അലുവ അതുൽ കൊലക്കേസ് നമ്മൾ മറന്നിട്ടില്ല. മുഖ്യപ്രതി ഷംനാദ് MDMA കടത്തിലെ സൂത്രധാരൻ. MDMAയുമായി ശാസ്താംകോട്ടയിൽ പിടിയിലായ യുവതിയാണ് ഷംനാദിന്റെ സംഘത്തെക്കുറിച്ചുള്ള വിവരം നൽകിയത്. കർണാടകയിലെ ഷിമോഗയിൽ നിന്നാണ് ഷംനാദ് MDMA കൊണ്ടുവന്നിരുന്നത്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കർണാടകയിലെത്തിച്ച് തെളിവെടുത്തു. അതേസമയം അലുവ അതുൽ കൊലക്കേസിൽ പ്രതിപട്ടികയിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. ഗൂഢാലോചനയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. AV ജയശങ്കറിനോട് ചോദിക്കാം കൂടുതൽ വിവരങ്ങൾ. ജയശങ്കർ, ഏറ്റവും ആദ്യം കേട്ടത് അത് ജിം സന്തോഷിന്റെ മരണത്തിലുള്ള പകപോക്കലെന്നാണ്. പിന്നീട് മരണഭയത്താൽ നൽകിയ കൊട്ടേഷൻ. ഇപ്പോൾ പിടിയിലായ ആളുകൾ കൂടുതൽ കേസുകളിൽ പ്രതികൾ കൂടുതൽ ദൂരമായ പല വാർത്തകളിലേക്കും നീളുകയാണ് ഈ ഒരു സംഭവം. അതോടൊപ്പം കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടെന്ന് കൂടി കേൾക്കുന്നു. എന്താണിപ്പോൾ അലുവ അതുൽ കൊലക്കേസിൽ സംഭവിക്കുന്നത് ജയശങ്കർ? അതായത് ഈ അലുവ അതുൽ കൊലക്കേസിലെ പ്രതികൾ അവർ നിസ്സാരക്കാരല്ല, വലിയ വില്ലാളി വീരന്മാരാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ അലുവ അതുൽ കൊലക്കേസിലെ ഒരു പ്രധാന പ്രതിയായ ഷംനാദ് ശാസ്താംകോട്ട പോലീസിന്റെ പിടിയിലാവുകയാണ്. അത് MDMA കേസുമായി ബന്ധപ്പെട്ടാണ് പിടിയിലാകുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഒരു MDMA കേസുമായി ബന്ധപ്പെട്ട് ഒരു യുവതിയെ ശാസ്താംകോട്ട പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ യുവതിയെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഷംനാദിന്റെ പേര് പുറത്തു വരുന്നത്. ഈ യുവതിയാണ് പറയുന്നത് ഇത്തരത്തിൽ തങ്ങൾക്ക് MDMA തരുന്നത്, വിതരണം ചെയ്യുന്നത് ഷംനാദാണ്, അലുവ അതുൽ കൊലക്കേസുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയാണെന്ന വിവരം അങ്ങനെയാണ് പോലീസ് തിരിച്ചറിയുന്നത്. പിന്നീട് പോലീസ് ഈ സമയത്ത് ഈ ഷംനാദ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന ഘട്ടമായിരുന്നു. അങ്ങനെ ശാസ്താംകോട്ട പോലീസ് ഇയാളെ കോടതിയിൽ അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങുന്നു. പിന്നീട് പോലീസ് ഈ ഷംനാദുമായി കർണാടകയിലെ ഷിമോഗയിലേക്ക് തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുന്നു. ഷിമോഗയിൽ നിന്നാണ് ഈ പ്രതികൾ MDMA ഉൾപ്പെടെ കേരളത്തിലേക്ക് വ്യാപകമായി എത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കർണാടകയിലേക്ക് തെളിവെടുപ്പിന് പോകുന്നു. ഈ തെളിവെടുപ്പിന് പോയ ഘട്ടത്തിൽ ഈ ഷംനാദിന്റെ ചില കൂട്ടാളികളായ ആളുകളെ കൂടി ഈ ശാസ്താംകോട്ട പോലീസ് സാഹസികമായി പിടികൂടുന്ന സാഹചര്യം ഉണ്ടായി. ഈ കരുനാഗപ്പള്ളി സ്വദേശികളായ ജയകുമാർ, ജിതിൻ, പിന്നെ ഒപ്പം തന്നെ കർണാടക സ്വദേശി ഹെറാൻ ഗാസി, അങ്ങനെ ഉള്ള 3 പേരെ കൂടിയാണ് പിന്നീട് ബംഗളൂരുവിൽ നിന്ന്, കർണാടകയിൽ നിന്ന് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ നാട്ടിലെ ഇടനിലക്കാരായ ഒരാളെ കൂടി പോലീസ് പിടികൂടി. അങ്ങനെ മൊത്തം ഈ MDMA കേസുമായി ബന്ധപ്പെട്ട 6 പേരെ പോലീസ് പിടികൂടുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇതിലെ മുഖ്യ സൂത്രധാരൻ ഈ ഷംനാദാണ്. അലുവ അതുൽ കൊലക്കേസുമായി ബന്ധപ്പെട്ട ഷംനാദാണെന്നാണ് പോലീസ് എന്തായാലും പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ ഇവിടെ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അലുവ അതുൽ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ 12 പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പ്രതികളുടെ എണ്ണം കൂടുമെന്നാണ് പോലീസ് പറയുന്നത്. അതിനുള്ള കാരണം ഗൂഢാലോചന, വലിയ സംഘടിതമായൊരു ഗൂഢാലോചന ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ചില ആളുകളുടെ പേരൊക്കെ നിലവിൽ പോലീസിന്റെ പക്കലുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട തെളിവുകൾ പരമാവധി നിലവിൽ കരുനാഗപ്പള്ളി പോലീസ് ശേഖരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ തെളിവ് ശേഖരണം പൂർത്തിയായ ശേഷം കൂടുതൽ അറസ്റ്റുകളിലേക്ക് പോലീസ് കടക്കും. എന്തായാലും അലുവ അതുൽ കൊലക്കേസും ആ കൊലക്കേസിന്റെ നിഗൂഢതകളും ഇപ്പോഴും ബാക്കിയാണ്. കാരണം ജിം സന്തോഷിന്റെ മരണത്തിന്റെ പ്രതികാരമാണോ അതോ മറ്റേതെങ്കിലും കാരണമാണോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നു. മറ്റേ കാരണം എന്ന് പറയുന്നത് ഷാമോന്റെ ഭയമാണ്. ഷാമോന്റെ ഭയമാണോ ജിം സന്തോഷിന്റെ മരണത്തിലെ പ്രതികാരമാണോ? ഇതിന് ഉത്തരം കിട്ടണമെങ്കിൽ കൂടുതൽ പ്രതികളെ പിടിയിലാവണം. പോലീസ് അന്വേഷണം അതിന്റെ അവസാനത്തിലേക്ക് എത്തുകയും വേണം. അലുവ അതുൽ കൊലക്കേസിൽ കൂടുതൽ ചുരുളുകൾ അഴിയുകയാണ്. കൂടുതൽ ആളുകളിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തുകയാണ്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.